അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഒരു 5 ബുയാ സ്ട്രീക്ക് ഉണ്ടാക്കാനാണ് ഗൈസ് നമ്മളിതാ നോക്കണത്. ഇവിടെ നിന്ന് ഗൈസ് നമ്മളിതാ ഊക്കോങ്ങൊക്കെ ഇട്ടിട്ട് നമ്മളത് ചാടിക്കയറി അടിച്ച് പോവുകയാണ്. അവനെ നമ്മൾ ഹെമ്പെത്തിട്ട് കൊടുത്ത് വീണ്ടും അവനിങ്ങനെ ഓടില്ല. നമ്മളിവിടെ ആണെന്ന് വട്ടായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മളവനെ കുത്തി പിടിച്ചടിക്കണേ ഗൈസ്. കേസ് അവനെ എന്താ നോക്കിയിട്ട് അവനെ നോക്കിയിട്ട് ഊക്കോങ്ങിട്ട് നമ്മളിതാ മെഡടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അവിടെ പരിപാടിക്ക് മുഹൂർത്തമായ കാര്യങ്ങൾ സംഭവിച്ചു ഗൈസ്. ഒരിക്കൽ നമ്മൾ അടിച്ച് നമ്മൾ നോക്കായിട്ട് പോയി ഗൈസ്. എന്നാൽ ഗൈസ്, നമ്മൾ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും നെട്ടും ഗൈസ്, നിങ്ങൾ നെട്ടും. അപ്പോൾ ഗൈസ്, ഈ കളി നമ്മളെ ടീമേറ്റ്സ് എടുക്കുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഒരുത്തവൻ എന്താ നമ്മുടെ 500 കൊണ്ട് ചാടി പിടിച്ചതോ അവനൊരു കിട്ടില്ല മട്ടം നോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ വട്ടം കെട്ടി കളിച്ചുകൊണ്ടിരിക്കണം. അവനെ മറ്റേ അടിച്ചവൻ ഗൈസ് നമ്മുടെ ടീമേറ്റ് എടുക്കാൻ നോക്കാം ഗൈസ്. അവനതാ കുറച്ച് എച്ച് പി ഉള്ളൂ ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ചെറുക്കെന്താ മറ്റെന്താ ഊങ്കോ കിട്ടുന്നതോ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാ അടിക്കും നോക്കാം ഗൈസ് നമുക്ക്. ഓക്കെ ഗൈസ്, അമ്മ അടിച്ചില്ല കൊണ്ടില്ല. ഓ ഗൈസ്, 1v ആണ് സിറ്റുവേഷൻ. ഓക്കെ ഗൈസ്, നമ്മൾ ചെറുക്കെന്താ അവനെ അടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒക്കെ നമ്മൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ അടുത്ത റൗണ്ട് ഗണ്ണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കണ്ടില്ലേ ഗൈസ്, ഗണ്ണൊക്കെ സെലക്ട് ചെയ്യണ്ടേ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ നമ്മൾ താരോട്ട് പോയിട്ട് അവിടെ വെസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഇത് മൊത്തമായി. അപ്പോൾ നമ്മൾ മറ്റേ ബാക്കൊക്കെ അടിച്ച് നമ്മളെ ഫേവറേറ്റ് ഗണ്ണ എക്സമേറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ കിടിലായിട്ടൊരു കളി തന്നെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തില്ലെങ്കിൽ ചെയ്യൂ ഗൈസ്, നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും. നമ്മളത് അങ്ങനെ ഓടിയാണ് ഗൈസ്. നമ്മളത് ഇങ്ങനെ ഓടിപ്പിടിച്ച് പോയി വേണ്ടി നോക്കാവാനാണ് ഈ ഒരു വെപ്രാളം. എനിക്ക് നേരത്തെ അറിയാം. നോക്കാവാനാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതാ ചാടിപ്പോയി അടിക്കുകയാണ്. അതാ ഒരുത്തന നമ്മളിതാ യാതൊരു ക്യാന നമ്മൾ അടിച്ചിട്ട് എന്തിനാ നടന്നു. ഇപ്പം നമ്മളെ ടീമേറ്റ് നമുക്ക് ബാക്കപ്പ് സപ്പോർട്ട് വരുന്നതുകൊണ്ട് ഗൈസ് നമ്മൾ ആ ഒരു റൗണ്ട് സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. 1 മിനിറ്റ് മതി നമുക്ക് ഇതൊക്കെ ബ്ലാപ്പിളി ഗൈസ്. നമ്മളെ സെക്കൻഡ് ഫേവറേറ്റ് ഗണ്ണൊക്കെ എടുക്കാൻ നോക്കിയാണ്. സർഫ് ബോർഡ് എടുത്ത് മറ്റേ ഏത് BR-ലൊക്കെ ഉള്ള മറ്റേ സംഭവം ഇങ്ങനെ സർഫ് ബോർഡ് അത് നമ്മളങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഗൈസ് നമ്മളതങ്ങ് എടുത്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മളാ സർഫ് ബോർഡൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പിന്നെ പുലിയാണ് ഗൈസ്. നമ്മളാ സർഫ് ബോർഡൊക്കെ എടുത്ത് ചാടിപ്പറിച്ച് 360°C. അയ്യോ എന്തൊക്കെയാണ് പറയുന്നത്. നമ്മളെ എക്സമേറ്റൊക്കെ എടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ഗൈസ്. നമ്മൾ 3ാമത്തെ റൗണ്ടിൽ എക്സമേറ്റ് എടുത്ത് അടിക്കാൻ നമ്മൾ നോക്കണ്. പക്ഷേ എണ്ണത്തിനെ കൊള്ളണതില്ല ഗൈസ്. നമ്മളവിടെ പോയി വീണ്ടും അവനെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോടെ ഇത് ചാവണതില്ലേ. ഓക്കെ ഗൈസ്, അവനെ നോക്കിയിട്ടപ്പോൾ അവൻ്റെ ടീമേറ്റ് ഒന്ന് ഗൈസ് നമ്മളെ അടിച്ച് പാടാക്കിയിട്ടുണ്ട്. ഇവന്മാരൊക്കെ എന്തിനാ ഇങ്ങനെ കാണിക്കണത് ഗൈസ്. അവൻ്റെ ടീമേറ്റിനെ നമ്മളിതാ പോയി നോക്കൊക്കെ ഇട്ട് നമ്മളിതാ സോറി അവൻ്റെ ടീമേറ്റ് നമ്മളിങ്ങോട്ട് വന്നല്ല 8ൻ്റെ അച്ചാർ പണി നമുക്കിങ്ങോട്ട് തന്നിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങോട്ട് അവിടെ കിടന്ന് ചുമ്മിങ്ങനെ വട്ടമിട്ട് ഗൈസ്. ഇത് ഫസ്റ്റ് തന്നെ പറയാം, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കുന്നതാണ് ഗൈസ് ഈ വീഡിയോ. ഓക്കെ, നമ്മൾ അവിടെ നിന്നപ്പം നമ്മുടെ എനിമി ആ മണ്ട ഒറ്റയ്ക്കേ ഉള്ളൂ ഗൈസ്. നമ്മളാ ചത്തിട്ടുണ്ടെങ്കിലും നമ്മളെ ടീമേറ്റ്സ് കളി എടുക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഗൈസ്, ആ കളി നമ്മൾ തന്നെ അങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. ആ കളി നമ്മൾ തന്നെ അങ്ങ് കിടിലോട്ട് നൈസായിട്ട് ഗൈസ് നമ്മൾ തന്നെ ആ കളി അങ്ങ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ AWM എടുത്തിരിക്കുകയാണ് ഗൈസ്. AWY ആണ് നമ്മളിലുള്ള AWM5. ഇനി നമ്മൾ പവറാക്കും. നമ്മൾ വെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിതാ അടിക്കുക. ഇത് ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. ഈ റൗണ്ടിൽ നമ്മൾ ജയിച്ച് കഴിഞ്ഞാൽ നമ്മളെ 1ാമത്തെ സ്ട്രീക്ക് കംപ്ലീറ്റ് ആകും. നമ്മൾ പണ്ടേ സീനാണ് ഗൈസ്. നമ്മളെല്ലായിടത്തും നമുക്ക് സ്കാറും കിട്ടി ഗൈസ്. അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്കാറിനേക്കാളും നമുക്കെന്ത് ഓവർ കോൺഫിഡൻസ് ആണ് വേണ്ടി. പക്ഷേ ഒരുത്തന്നെ പോയി അടിക്കാനും പറ്റില്ല ഗൈസ്. ഈ റൗണ്ട് നമുക്ക് AWM വെച്ച് കൊടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്.
നമുക്ക് ഈ റൗണ്ടിൽ MVP ആവാൻ പറ്റുമോ നോക്കാം ഗൈസ്. അല്ല ഈ കളിയിൽ MVP ആവാൻ പറ്റുമോ നോക്കാം ഗൈസ്. റൗണ്ടിൽ നമുക്ക് നമ്മൾ സർഫ് മോഡൊക്കെ ഇട്ട് നമ്മൾ ചാടി പറിച്ച് പോവുകയാണ്. ചാവാനാണോ ജയിക്കാനാണോ ഈ പോകുന്നത് ഗൈസ്? നമ്മൾ അവിടെ പോയി ഓക്കെ അമ്മമാരെ നമ്മൾ കണ്ട് ഗൈസ്. കണ്ട് അയ്യോടാ താര വീഴുന്ന അവിടെ ചാടി അടിക്കാനാണ് ഗൈസ് നമ്മൾ നോക്കിയത്. എന്നാൽ നമ്മൾ താര വീണിരിക്കുന്നു ഗൈസ്. നമ്മൾ വീണ്ടും മോളിൽ കയറും. അതൊക്കെ അത്രേ ഉള്ളൂ. മോളിൽ കയറിപ്പോൾ ഒരുത്തം നമ്മൾ അടിക്കുന്നു ഗൈസ്. നമുക്ക് കുറച്ച് HP പോയി. ഞാൻ ബെൽറ്റടിക്കൊന്നുമില്ല, കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസാണ്. ഞാൻ ആരാണ് മോയ് കില്ലാടി തന്നെയാണ്. നമ്മൾ അടിച്ച് കൊന്നിട്ടിട്ട് പൊക്കിയിട്ടുണ്ട് ഗൈസ്. 1v2 സിറ്റുവേഷൻ ഗൈസ്. 1v2 സിറ്റുവേഷൻ. അവന്മാർ ഗൈസ് എടുത്ത് ഗൈസ് ഈ റൗണ്ട്. അവന്മാർ ഗൈസ് കളി അങ്ങ് എടുത്ത് സ്റ്റിക്ക് പോവോ? ഇല്ലല്ലോ, ഒന്നല്ലേ അവന്മാരെടുത്തു. നമ്മൾ വീണ്ടും AW ഒക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്തിനാണോ എന്തോ, മരിക്കാനാണോ ജയിക്കാനാണോ ചാവാനാണോ MVP അടിക്കാനാണോ ഗൈസ്? നമ്മളിതാ AW ഒക്കെ എടുത്ത് ചാടി നമ്മളിതാ എന്തോ വന്നു. ഓക്കെ നമ്മൾ ചാടി എല്ലാം അടിച്ച് നമ്മൾ AW ബുള്ളറ്റൊക്കെ തീർക്കുകയാണ് കേസ്. നമ്മളെന്തോ അവിടെ കാണിക്കുന്നു. നമ്മൾ അവിടെയൊക്കെ എന്തിനാണ് വെടിവെക്കുന്നത്? നമ്മൾ എന്താണ് കേസ് അവിടെയൊക്കെ വെടിവെക്കുന്നത്? ഗൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചാടി പോയി ഇവിടെ നമ്മളവിടെ പെട്ടിയിലവിടെ കവറെടുത്ത് നിന്ന് നമ്മളിതാ ക്രോച്ച് ചെയ്തുകൊണ്ട് പോയി അവനെ അവിടെ കണ്ട് ഗൈസ്. എന്നാൽ പക്ഷെ അവൻ നമ്മളെ ടീമേറ്റ് അങ്ങ് അടിച്ച് നമുക്ക് അടിക്കാനൊന്നും പറ്റൂല കേസ്. 3v2 സിറ്റുവേഷനാണ്. ഒരുത്തം എന്താ പോയി കേസ്. എനിക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം, അത് നമുക്ക് ചാവാൻ പറ്റും. അവൻ ഇവിടെ കാണാനില്ലല്ലോ വൈസ്. ഓക്കെ 3v1 സിറ്റുവേഷൻ. അവന്മാരുടെ ടീമിൽ ഒരാളുള്ളൂ കേസ്. നമ്മൾ ജയിക്കുമെന്ന് കേസ്. ഇതിൽ നമുക്ക് ഏതാണ് വൈസ് നമുക്ക് ഡബിൾ AWയും കിട്ടിയിട്ടുണ്ട് കേസ്. ഡബിൾ AWയും കുറേ കുഞ്ഞു ശാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേസ്. കുഞ്ഞു ശരണം ഗൈസ്. നമ്മൾ കുഞ്ഞു ശരണയൊക്കെ കിട്ടി നമ്മളിങ്ങനെ പഠിച്ച് പോവുകയാണ് ഗൈസ്. ചവള പോണ പോലെ കുഞ്ഞു ശരണം ഗൈസ്. കൊടുത്തത് അവിടെ അവന് നമ്മൾ 110 കൊടുത്ത് നമ്മളെ ടീമേറ്റ് അടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ നമുക്ക് അത്ര ഉള്ളു ഗൈസ്. നമ്മളങ്ങനെ ആ കളിയും ബൂയ അടിച്ചിട്ടുണ്ടല്ലോ ഗൈസ്. നമ്മൾ ഒന്നാമത്തെ സ്ട്രീക്കാണല്ലേ ഇത്? അതെ ഗൈസ്, നമ്മൾ ഒന്നാമത്തെ സ്ട്രീക്ക് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവിടെ ഈ ഒന്നാമത്തെ സ്ട്രീക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. നമ്മളിതാ വീണ്ടും CS എടുത്ത് നമ്മൾ രണ്ടാമത്തെ സ്ട്രീക്കിന് നമ്മൾ പുറത്ത് നമ്മളെ ക്യാരക്ടർ സ്കില്ല് നമ്മളെ വൂക്കോങ്ങിനെ അവിടെ നിന്ന് മാറ്റാൻ ഗൈസ് നമ്മൾ കയറിക്കൊണ്ടിട്ടുണ്ട്. വൂക്കോങ്, റാഫേൽ, നിക്കിയ, വൂൾഫറ, പിന്നെ നമ്മൾ സസീൽ പെട്ടി. ഇത്ര പേരാണ് ഗൈസ് നമ്മുടെ സ്കില്ല്. നമ്മൾ യൂട്യൂബിൽ എടുത്തിട്ട് നമ്മളെന്തോ നമ്മളെ കൊട അല്ല നമ്മൾ ഗൈസ് ആരെ വെക്കണമെന്ന് നമ്മൾ നോക്കുന്നു ഗൈസ്. ആരെ വെക്കാമിനി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും വരികയായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി ഒരു ഡിസിഷൻ എത്തിയത്. നമ്മൾ വേറെ ആരെയും വെച്ചില്ല ഗൈസ്. നമ്മളെ സ്വന്തം കൊടയാണ് വെച്ചത്. നമ്മുടെ സ്വന്തം കൊടയാണ് ഗൈസ് നമ്മൾ വെച്ചത് ഗൈസ്. നമ്മുടെ കൊടയും വെച്ച് നമ്മൾ ഈ ഈകൾ പറ്റുമുണ്ട് ഗൈസ്. നമ്മുടെ എന്താ പനന്തിൻ്റെ പറ്റി ആ പറ്റുമുണ്ട് ഗൈസ്. നമ്മൾ ബേബി ഷോട്ട്ഗൺ ഷോട്ട്ഗണിൻ്റെ അനിയൻ വന്നിട്ടുണ്ട് ഗൈസ്. M80 അനിയൻ വന്നിട്ടുണ്ട് ഗൈസ്. M80 അനിയൻ ആൾ ഗഡിലാണ് ഗൈസ്. ഞാൻ പാച്ചു രണ്ടാപം കാര്യങ്ങളൊക്കെ അടിച്ച് കാണിച്ചു തരാം ഗൈസ്. അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചേ ഗൈസ്? നമ്മളത് കൊണ്ടങ്ങ് എടുത്ത് നമ്മൾ അതൊന്ന് കട്ടാക്കിയിരിക്കുന്നു ഗൈസ്. നമ്മൾ കട്ടാക്കാം നമുക്ക്. എന്തിനാണ് ഗൈസ് നമ്മൾ M80 ഒക്കെ ഇട്ട് കേസ് നമ്മൾ മാക്ക് എടുത്ത് നമ്മൾ കിങ് ഫിഷർ എടുത്ത് ഗൈസ്. നമ്മൾ കിങ് ഫിഷർ എടുത്തിട്ടുണ്ട് കേസ്. നമ്മൾ അടുത്ത റൗണ്ട് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളായിരിക്കും ഇല്ലാടി മോനെ. അടുത്ത് നമ്മൾ എക്സ്മേറ്റ് എടുത്ത് ലൂട്ടൊക്കെ എടുത്ത് ഇതൊക്കെ തന്നെ ഗൈസ്. ഇതുകൊണ്ട് നമ്മളെല്ലാം സെറ്റാണ്. ഓക്കെ നമ്മൾ ആരാ ഗൈസ്? ആ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, അങ്ങനെ ആ റൗണ്ട് നമ്മൾ ടീമേറ്റ്സ് അങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെതാ
ലാസ്റ്റത്തെ റൗണ്ട് എത്തി. ഞാൻ നോക്കായി ഗൈസ്. എന്ത് കഷ്ടമായത്. ഞാൻ നോക്കായി. നമ്മളുടെ ടീമേറ്റ്സ് എടുക്കുന്ന 1v1 സിറ്റുവേഷൻ ഗൈസ്. ഓക്കെ, നമ്മൾ ടീമേറ്റ്സ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഗൈസ് നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ ടീമേറ്റ്സ് എടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. ഓക്കെ, അമ്മരെടുക്കോ ഗൈസ്. അവൻ ഇവിടെ എന്തിനാ അവൻ ഗൈസ് 1 ടാപ്പ് കളിച്ച് ഉട്പക്കറും M80 ഒക്കെയാണ് ചെറുക്കൻ നിൽക്കണത്. ചെറുക്കൻ്റെ പേര് കിങ് എന്നാണ്. അതുപോലെ ചെറുക്കൻ കിങ് കാണിക്കുമോ ഗൈസ്? നമുക്ക് കണ്ടു തന്നെ അറിയാം ഗൈസ്. നമുക്ക് നോക്കാം ചെറുക്കൻ കിങ് കാണിക്കുമോ അവനതോ കിങ് ഒന്നും കാണിക്കാതെ പരമായിട്ട് തന്നെ ഇരിക്കുമോ ഗൈസ്? അവനെ വട്ടം ഗൈസ്. കിങ് 0 ആയി ഗൈസ്. ഹീറോ 0 ആയി ഗൈസ്. അങ്ങനെ അമ്മാരി ഒരു റൗണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളിത് AW തന്നെ എടുത്തിരിക്കും. AW എടുത്ത് നമ്മളെ ഫേവറേറ്റ് ഗൺ XM8 എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ പൊളിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ചാടി വീണ്ടും നമ്മൾ ചാടാതിരിക്കുന്നു. വീണ്ടും ചാടി ഗൈസ്. AW എടുത്തൊരു ആണെന്നൊരു ഇത് നമ്മളെ മസ്റ്റാണ് ഗൈസ്. തോക്ക് കിട്ടി ഇങ്ങനെ ഓടിയിരിക്കും. ഇങ്ങനെ അടുത്ത് AW XM8 ഗൈസ്. നമ്മളിതാ സ്വിച്ച് ചെയ്ത് എണ്ണ മൊത്തം സ്വിച്ച് ചെയ്ത് സ്റ്റെപ്പി കയറ. ഓക്കെ, നമ്മളിതാ കഴിഞ്ഞ സ്റ്റെപ്പി കയറി. ഈ റൗണ്ട് പോവാൻ നോക്കാം ഗൈസ് നമുക്ക്. അയ്യോടെ അമ്മാരടിക്കണോ ഗൈസ്. അമ്മാരടിച്ച് അൺഎബിൾ ടു പ്രോൺ ആവണം. അയ്യോ അമ്മാരടിച്ച് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് അവിടെ നിന്ന് മെഡടിക്കാം ഗൈസ്. ഈ റൗണ്ട് പോവാടാ ഗൈസ്. നമ്മളെ കൈവിട്ട് പോകാൻ നോക്കാം. അവിടെ നമ്മൾ ടീമേറ്റ്സ് ഒരുത്തന്നെ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മളാണ് എല്ലാവരും നോബ് കളി കളിക്കണേന്നാണ് ഗൈസ്. നമ്മൾ കൊട ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കളത്തിൽ ഇറങ്ങി തന്നെ കളിക്കാം ഗൈസ്. എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവിടെ നിന്ന് തപ്പിക്കേ എന്ന് പറഞ്ഞ് ചാടി പോവുകയാണ് ഗൈസ്. ഒരു എനിമയെ തപ്പി നമ്മളെ ടീമേറ്റ്സ് വിഷയം ഗൈസ്. അവനെ അടിച്ചങ്ങ് ഉറക്കിയിട്ടുണ്ട് ഗൈസ്. എന്താ പറഞ്ഞത് എവിടെയാണോ ലാസ്റ്റ് എനിമി ഗൈസ്? അവനെ കണ്ട് തെപ്പാനില്ല ഗൈസ്. അവിടെ നിന്ന് ഒരു ഫയറിങ് ശബ്ദമില്ലടാ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വേണം കറക്റ്റ് ഗൈസ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഗൈസ്. നമ്മളിതാ ഇവിടെ വന്ന് എടുക്കാതെ നമ്മൾ ഒരുത്തനെ അടിച്ചിട്ട് നമ്മൾ തന്നെ ലാസ്റ്റത്തെ എനിമിയെ XM8 വെച്ചിട്ട് കുത്തിപ്പിടിച്ച് കാണിച്ച് നമ്മളെ കളി അങ്ങ് ബുയായിച്ചപ്പോൾ രണ്ടാമത്തെ ബുയാ സ്ട്രിക്ക് നമ്മളങ്ങ് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. രണ്ടാമത്തെ ബുയാ സ്ട്രിക്ക് ഗൈസ്. ഇത് വലിയ സംഭവമൊന്നുമില്ല ഗൈസ്. ഞാൻ ഫസ്റ്റ് ഒരു 8-10 ബുയാ സ്ട്രിക്ക് ഉണ്ടാക്കാനെന്നാണ് ഞാൻ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ആയിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് വേണ്ടെന്നൊക്കെ വിചാരിച്ചു ഗൈസ്. പിന്നെ അത്ര ടൈമില്ല ഗൈസ്. ഒരു സ്ഥലത്ത് പോകണമായിരുന്നു ഗൈസ്. അതുകൊണ്ട് അത്ര ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളിവിടെ എന്തോ ഒന്ന് നോക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ മിഷൻ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം ഗൈസ്. അങ്ങനെ ഗൈസ് ഒരു സ്ഥലത്ത് പോകുന്നത് കൊണ്ട് ഗൈസ് നമ്മൾ എന്ത് ചെയ്ത് ഗൈസ് അത്ര ഭാഷക്കാനായി എനിക്ക് എടുക്കാൻ സാറേ അങ്ങോട്ട് ഗൈസ്. പിന്നെ നമ്മൾ ഒരു സംഭവം ഇവിടെ ഏതൊരു ബണ്ടിലെന്ന് ശരി ഫീമെയിൽ ബണ്ടിൽ അത് നമുക്ക് എടുക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഇതാ ഗോൾഡ് കോയിനൊക്കെ എല്ലാം കഴിഞ്ഞ് ക്ലൈം ചെയ്തിട്ട് ഇവിടെ പോകുന്നില്ല. അക്കൗണ്ട് മെയിൻറ്റെയിൻ അത് പിന്നെ ഒരു മൈൻഡ് ചെയ്യാം ഗൈസ്. പിന്നെ ഒരു ദിവസം നമ്മളങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ഒരു പാടില്ല. പോയിട്ട് അൺലോക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയ പാസ് വന്നില്ലേ, അതാണ് ഗൈസ്. ഈ ഗരീനെ ഓരോ ദിവസവും വെച്ച് വെറുപ്പിക്കുകയാണല്ലോ പാസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെയോ കിട്ടി. സ്പേസ് നമ്മൾ റൈസ് സ്റ്റാർ ഗെയിമൊക്കെ നിർത്തി പോയി നിങ്ങൾ അറിഞ്ഞാണ് ഗൈസ്. സ്പേസ് റൈസ് സ്റ്റാർ വീണ്ടും ഗെയിമിലോട്ടൊക്കെ വരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു ഗെയിം 1 ഇയർ ഓൾഡെങ്കിൽ നമ്മളാക്കും ഗൈസ്. നമ്മൾ 1 ഇയർ ഓൾഡെങ്കിൽ നമ്മളാക്കിയിട്ട് നമ്മൾ നിർത്തുള്ളൂ ഗൈസ്. അത്ര ഞാൻ ഇപ്പോൾ കളിക്കണതന്നെ ഗെയിം കളിക്കണതന്നെ 1 ഇയർ ഓൾഡ് എന്ന് പറഞ്ഞാൽ അവർ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ നമ്മളിവിടെ ഇതാക്കണത് ആ 1 ഇയർ ഓൾഡിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഗൈസ് നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഈ എയർ ഡ്രോപ്പൊക്കെ വന്ന് കിടക്കുന്നത് ഗൈസ്. അത് നമുക്ക് എടുക്കണം ഗൈസ്. നമ്മുടെ WSP എടുത്തിരിക്കുന്നത് അതും നമുക്ക് എടുക്കണം ഗൈസ്.
ഈ റൗണ്ട് ഇതും കൂടെ അടിച്ചാൽ മൂന്നാമത്തെ ബേസ്റ്റ്, അടുത്താണ് അടുത്ത കളി മൂന്നാമത്തെ. കുറച്ചാണിത്. ഇപ്പം നമ്മൾ ഇത് നാലാമത്തെ ബേസ്റ്റിക്കാണ് ഇത്. നമുക്ക് മനസ്സിലാണോ തിരിയുന്നത്? കുഴപ്പമില്ല. നമ്മളത് USB ഇട്ട് അവിടെ വെടി. ഇതാണ് നമ്മളൊരു ഐസിനാണ്. ഐസ് ഇങ്ങനെ അടുത്ത് പോവുക, അവിടെ വെടി. നമ്മൾ കുടയിട്ട് നോക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം ഇതവിടെ ഈ ഒരു വെറുപ്പിക്കൽ ക്യാരക്ടറുണ്ടല്ലോ സോണിയ. ഞാൻ മുമ്പേ ലോൺ സന്ധി കളിച്ചപ്പോഴത്തേക്ക് സോണിയൊക്കെ ഇട്ടോണ്ട് അവനെ അടിച്ചിട്ട് അവൻ ലാസ്റ്റ് അവനെ അടിച്ച് കൊണ്ടുപോയായിരുന്നു. ഭ്രാന്താണ്ട് അതൊക്കെ വെറുപ്പിക്കരുത്. സോണിയ മനസ്സിലായില്ല അത്. സോണിയുടെ പവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും. കുട ഇപ്പം വരും നമുക്ക് കുട. ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ബെഡടിക്കുകയാണ്. ഇങ്ങനെ ബെഡടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും അറിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ബെഡൊക്കെ അടിക്കുന്നത്. ഇനി ഇങ്ങനെ ചുമ്മാ കടന്നിട്ട് ബെഡടിക്കും. അപ്പോഴാണ് ഐശ്വര്യം ഗീസ്. അവിടെ ഒരുത്ത നിൽക്കണ ഗൈസ്. നമ്മളത് അവനെ അടിച്ചടിച്ചടിച്ച് അവനെ നമ്മളിത് ഒരു ബോഡി ഷോളിട്ട് കുത്തിപ്പിടിച്ചിട്ട് നമ്മളത് കുറിച്ച് നമ്മളിതാ തുള്ളി നമ്മളത് അങ്ങനെ അടുത്ത റൗണ്ടിലോട്ടും നമ്മളത് എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ റൗണ്ടിൽ നമ്മൾ എക്സമേറ്റ് തന്നെയാണ് ഗൈസ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചത്ര. പിന്നെ നമ്മളെ അവിടെ നിന്ന് കട്ടാക്കി ഇത്ര വീട് ലെങ്തി ആക്കണത്. നമ്മൾ ഒരു കില്ലെടുത്ത് കേസ് ഞങ്ങൾ നമ്മളെ ചെറുക്ക എടുക്കാൻ പറ്റും. ഈ ഓറിയോനാണ് ഗൈസ് നമ്മൾ അടിച്ചു വന്നത്. കിങ് ഫിഷർ ഇട്ട് ഐസ്. അത് സംഭവം വെച്ചാൽ 2 ഫൈറ്റ് എടുക്കുകയായിരുന്നു ആ സംഭവം. ആ സമയം ഓക്കെ ഗൈസ് നമ്മളങ്ങനെ എടുത്ത് ആ സമയം ഗൈസ് ഞാൻ 2 ഫൈറ്റ് എടുക്കുകയായിരുന്നു. അപ്പോഴാണ് നടന്നത്. 2 ഫൈറ്റ് എടുക്കുകയായിരുന്നു. അമ്മാര് സിയാറി ഒന്ന് ഇതാക്കി. ഞാൻ അവിടെ നിന്ന് വേറൊരുത്തനും കൊല്ലായിരുന്നു. അവിടെ നിന്ന് വേറൊരുത്തനാണ്. ഒരുത്തനും അവൻ ഗ്ലൂ വാൾ ഇട്ടേ. അപ്പം ഞാൻ അവൻ്റെ ഗ്ലൂ വാൾ മൊത്തം അടിച്ച് പൊട്ടിച്ചിട്ട് മറ്റവൻ എന്നെ അടിക്കാൻ നയിച്ചു. അപ്പോൾ കുറച്ച് HP. അപ്പം ഞാൻ ഇവിടെ നിന്ന് വീണ്ടും എൻ്റെ ഗ്ലൂ വാൾ സോറി പിന്നെ അവിടെ നിന്ന് ഒരു ഒളിക്കുന്ന സ്ഥലത്ത് മെഡടിച്ചിട്ട് വീണ്ടും കയറി കുത്തി പിടിച്ച് കുറച്ച് മരണമാക്കിയിട്ട് അടിച്ചേ. അങ്ങനെ എന്തേത് അവിടെ നിന്ന് അടിച്ച സമയത്തേക്കും അവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. സമയം നോക്കാൻ നമ്മൾ ചുഴലിക്കാറ്റിൻ്റെ അകത്തേക്ക് പോവുകയാണ്. നമ്മൾ ചാടി 360 എതിർത്തിട്ടുണ്ട്. നമുക്ക് ഇവനാണ് ഞാൻ പോയടാ അവിടെ. പക്ഷേ ചാടിക്കയറി പോകണ്ടായിരുന്നു. അതിനോണ്ട് പോകുന്നുണ്ട് റോഗാണ് 2v3 ഗൈസ്. ഓക്കെ ഗൈസ് ഈ റൗണ്ട് പോകുന്നതാണ് ഗൈസ് തന്നെ ഗൈസ്. ഈ റൗണ്ട് പോയി ഗൈസ്. 1 റൗണ്ട് എടുക്കുന്നതിൽ ആർക്കും ഒരു ഇതും ഇല്ല ഗൈസ്. കേസ് നമ്മുടെ പീക്ക് ഇതാ വന്നിട്ടുണ്ട്. പീക്കാണ് ഇട്ട് നമ്മൾ വീണ്ടും എക്സമേറ്റ് തന്നെയാണ് ഗൈസ് എടുക്കുന്നത്. ഓക്കെ ഗൈസ് നമ്മൾ എക്സമേറ്റ് ആണ് തന്നെ എടുക്കുന്നത്. കാരണം എക്സമേറ്റ് ആണ് ഈ ലോകത്തെ നല്ല എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഗൺ ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് ആർക്കത്ര നിങ്ങൾക്ക് കമൻറ്റ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം. അയ്യോ മാക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ സർഫ് ബോർഡ് എടുക്കാൻ വേണ്ടി ഇതാക്കി. അപ്പം എക്സമേറ്റ് അതിനുള്ള അത്രയും കോൺസ് നമ്മളില്ലായിരുന്നു. കേസ് ഞങ്ങൾ മാക്ക് എടുത്തുകൊണ്ട് ഇതാ പോയാണ്. ഇത് നടക്കുമെന്ന് അറിഞ്ഞൂടോ. ഓക്കെ നമ്മളിതാ വന്നിട്ടുണ്ട്. നമ്മളോട് അന്വേഷിച്ചു എന്തൊക്കെ കാണിക്കും. എന്തൊക്കെ കാണിക്കും. ഓക്കെ എല്ലാത്തിനും അടിച്ച് തീർത്തിട്ടുണ്ട്. നമ്മൾ സ്കോപ്പേയും വിടും ഗൈസ്. അങ്ങനെ നമ്മൾ നേരത്തെ അടിച്ചുറക്കിയ ഓറിയോനെ നമ്മൾ അടിച്ചുറക്കുന്നതാണ് എൻ്റെ വിശ്വാസം ഗൈസ്. നമുക്ക് അവനുള്ള റിവെഞ്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളാണ് അവനെ അടിച്ചുറക്കി അവൻ്റെ അടിച്ച് നമ്മൾ വീണ്ടും ഗൈസ് നമ്മൾ എക്സമേറ്റ് തന്നെ ഗൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ വാൾ എടുത്ത് പിന്നെ വെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഗൈസ്. വെസ്റ്റ് നമ്മൾ ഹെഡ് ഇതൊക്കെ നമ്മൾ എടുക്കുകയാണ് ഗൈസ്. ഹെൽമറ്റ് ആ ഉണ്ടൊക്കെ നമ്മളില്ലേ അതൊക്കെ നമ്മൾ എടുക്കുകയാണ് ഗൈസ്. എന്നിട്ട് നമ്മളവിടെ എന്തൊക്കെയോ ആലോചിച്ച് ചാടി നമ്മൾ വെടിച്ച് നമ്മൾ വെടിച്ച് ആ ചാടി എന്തൊക്കെ കാണിക്കുകയാണ്. ഇത് നമ്മൾ ചാവും നോക്കാം. ഈ റൗണ്ട് നമ്മൾ ചാവാനാണ് ചാൻസ് കൂടുതൽ. എന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഗൈസ്. എൻ്റെ ഇടയ്ക്ക് നമ്മൾ വാട്സപ്പിൽ മെസ്സേജൊക്കെ വന്നിട്ട് ആരെയും സത്തേഷ് ആ റൗണ്ട് നമ്മൾ ചത്ത് മൊത്തം കളഞ്ഞു പോയിട്ടുണ്ട്. അവിടെ എന്താണ് ഇതിങ്ങനെ
ചാവും പോവാം. നമ്മൾ നോക്കുക നമ്മളെന്താ ഇവിടെ കാണിക്കുന്നു. ചെറുങ്ങനെ അണ്ണ കണ്ടില്ലേ മോനെ പണ്ടേ സീന്. ഇവന് നമ്മളെ ടെക്നിക്ക് അടിച്ച് മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുക്കൻ്റെ കയ്യിൽ നമ്മളെ ടീമേറ്റ് അല്ല പാവൽ. തോംസണും പൊട്ടാസുമാണ് ചെറുക്കൻ്റെ കയ്യിലുള്ള. വേറെ ഏതും ചത്ത്. ഈ കളി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗൈസ്. എൻ്റെ വിശ്വാസത്തിൽ ഈ ഒരു കളി എടുക്കണം. ഈ കളി നമ്മൾ എടുത്തിരിക്കും ഗൈസ്. ഇത് നമ്മളെ വാക്കാണ്. തോംസൺ കൊണ്ടവൻ കയറി അവനെ അടിച്ചറാ. അവനെ ഓറിയോ എടുത്ത ഗൈസ് അവനെ അടിച്ചറാ. 1v1 സിറ്റുവേഷൻ ഉണ്ടാ. അവന്താ ഓഗ് മറ്റേ മോഡിഫൈഡ് ചുറ്റിയായിട്ട് അതും M500 നമ്മുടെ പൊട്ടാസ് എൻ്റെ ഒരു ഫേവറേറ്റ് ഗണ്ണാണ് ഉള്ള പൊട്ടാസ്. അത്യാവശ്യം നല്ല ഡാമേജൊക്കെ കിട്ടണ ഒരു ഗണ്ണ് തന്നെയാണ് നമ്മുടെ പൊട്ടാസ്. അവൻ ഗ്ലൂ വാളിട്ട് ബുദ്ധി മോൻ ഗ്ലൂ വാളിട്ട് അവൻ്റെ ഒരു കിടിലം ഇത് കാണാൻ ഗൈസ്. ഈ കറക്റ്റ് ഹെഡ്ഷോട്ട്. ഓറിയോന് മണ്ടം തന്നെ ഓറിയോ. അവൻ ഇങ്ങനെ ഒരു തല വെക്കുക വെച്ചിങ്ങനെ മണ്ട ഗുണാപ്പി ഗൈസ്. നമ്മൾ അതുകൊണ്ട് ഗൈസ് നമ്മൾ തന്നെ ഗൈസ് ആ കളി നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു സ്ട്രിക്ക് കൂടി ഉണ്ടാക്കിയ 5 ബുയാ സ്ട്രിക്ക് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 10 ബുയാ സ്ട്രിക്കൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് 15 ബുയാ സ്ട്രിക്ക് നമുക്ക് CSC തന്നെ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് CSC തന്നെ ഉണ്ടാക്കാം. നമുക്ക് BR 5 ബുയാ സ്ട്രിക്ക്, 10 ബുയാ സ്ട്രിക്ക്, 15 ബുയാ സ്ട്രിക്ക്, 20 ബുയാ സ്ട്രിക്ക്. BR നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം ഗൈസ്. എന്നാൽ BRൻ്റെ എന്നെ കൊണ്ടാകുന്ന അത്രയൊന്നും പറ്റൂല ഗൈസ്. BR നമ്മളതാ ഗെയിം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ നോക്കിയാണ് BR എന്നെ കൊണ്ട് അത്രയും ബുയാ സ്ട്രിക്ക് ഉണ്ടാക്കി ഒറ്റയ്ക്കൊന്നും നടക്കൂല ഗൈസ്. കാരണം സ്ക്വാഡായിട്ടാണ് പറ്റും. മാപ്പിൽ സോളോ ആയിട്ടാണ് എല്ലാ ഗെയിമും കളിക്കണം ഗൈസ്. നിങ്ങൾ ഐഡിയ ഇടാൻ വേണ്ടി ഫ്രണ്ടാക്കും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് നമ്മൾ ഫ്രണ്ടാക്കി തോന്നും. നൈസ്. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് വന്നാണ് അന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ നമ്മൾ കുറച്ച് ലൂട്ടോട്ടൊക്കെ വാങ്ങിയാണ് CS ഇട്ട്. ഞാൻ കൂടുതലും CS കളിക്കാനാണ് നോക്കണത്. BR കൊണ്ടൊന്നും അത്ര പറ്റൂല. സ്കൂളിനായി CS കളിക്കാനാണ് ശ്രമിക്കുന്നത്. എപ്പോഴും CS-ലും ചില സമയമൊക്കെ തോറ്റു പോകും ഗൈസ്. നമ്മൾ ആ 1 ഇയർ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഞാൻ ഇരുന്ന് കളിക്കും ഗൈസ്. ഇത് ജൂലൈ എന്തിനോ കിട്ടും ഗൈസ്. അതിന് മുമ്പ് ഞാൻ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. 2 വർഷം മുമ്പ്. അപ്പം എൻ്റെ ആൾക്കാരെ ഫോണിലായിരുന്നു. അന്ന് ചെറുതായിട്ടൊന്ന് കളിച്ചിട്ടൊക്കെ പോകും ഗൈസ്. ആ സമയം എനിക്ക് അത്ര വലിയതായിട്ട് പിടിയൊന്നും ഇല്ലായിരുന്നു. ഇതെന്തിരി ഗെയിം ഞാൻ ഒന്ന് വെടി വയ്ക്കും. എൻ്റെ ആൾക്കാരെ കളിയൊക്കെ കണ്ടു കാണിക്കും. അങ്ങനെയാണ് 2-3 വർഷത്തിനൊക്കെ മുമ്പായിരുന്നു ഗൈസ് അത്. പിന്നെ അതൊക്കെ അതിനൊരു കളിക്ക് കാണുന്നില്ല. നമ്മൾ വീടൊക്കെ വെച്ച് അറുപത്തും ആൾക്കാരുടെ നേരെ ഞാൻ കൊണ്ടേ കയറി. എൻ്റെ ഇവിടെ നേരെയുണ്ട്. എൻ്റെ കൊണ്ടേ കഴിവാണ്. എന്നാലും ഞാൻ മൂല ഇപ്പോഴൊക്കെ പോകുള്ളൂ ഗൈസ്. അവിടെ നിന്ന് അങ്ങനെയാണ് ഇങ്ങനെ കാണുന്നത്. ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഒരു സംഭവം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇപ്പോഴാണെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഈ ഫ്രീ ഫയർ കളിക്കും. അപ്പം ഞാൻ പറ്റില്ല. അതെപ്പോഴായിരുന്നു ഒരു മാർച്ചിലൊക്കെയായിരുന്നു. മാർച്ച് ഏപ്രിലാണ്. അങ്ങനെ വീണ്ടും ഫ്രീ ഫയർ ആയിട്ട് അന്ന് എൻ്റെ ടാബിലായിരുന്നു അതൊരു പൊട്ട ടാബായിരുന്നു. അവിടെ അതിൽ ഞാൻ ഗസ്റ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഇതാക്കിയത്. അങ്ങനെ എൻ്റെ ചാനൽ അത്ര നോക്കിയൊന്നും ഇല്ലായിരുന്നു അത് വല്ലപ്പോഴും ഒരു പേര് ഞാൻ അത്ര ചാനലുണ്ട് അത്ര നോക്കുകയൊന്നുമില്ലേ അത്ര വീഡിയോ. ആ ഗസ്റ്റ് അക്കൗണ്ട് വല്ലതും ഡിലീറ്റ് ആക്കും ഗൈസ്. ഞാൻ അങ്ങനെ വല്ലതും പിടിച്ച് ഡിലീറ്റ് അങ്ങ് ആക്കും. ഇപ്പം അപ്പോൾ പിന്നെ അക്കൗണ്ടില്ല. എനിക്ക് ആ സംഭവം എന്ന് അറിഞ്ഞൂടാ അത് കിട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഈ ഭ്രാന്ത് ഗെയിം മതിയാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മാർച്ച് ബേസ് ജൂൺ ആയതിന് ചെറുപ്പം കൂട്ടാനെന്ന് പറഞ്ഞ് കളിയാടെ ഇനി വീണ്ടും അത് കേട്ടാ നൈസാണ്ടാ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ വീണ്ടും ഫീൽഡിലോട്ട് വന്നത്. പിന്നെ ജൂണും പിന്നെ അവിടെ ഗസ്റ്റ് ആവുകയാണ്. പിന്നെ ലാസ്റ്റ് വെച്ച് ഗസ്റ്റിന് അക്കൗണ്ടൊന്നും വേണ്ട. ഇപ്പം അത് ഞാൻ എന്ത് ചെയ്ത് ഒറിജിനൽ നമ്മളെ ഫേസ്ബുക്ക് അക്കൗണ്ട് എൻ്റെ അടുത്ത് കുറേ മാര് പറഞ്ഞ് പെട്ടെന്ന് സ്കാമായി പോകാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഞാൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഗൈസ് ഇത് തന്നെ ഇതാക്കി ഗൈസ്. സ്കാമാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് സ്കാമാവാൻ ചാൻസ് ഒക്കെ ഉള്ളവർക്ക് 4 ബുയാ സ്ട്രിക്ക് 4 ബുയാ സ്ട്രിക്ക് എന്ന് പറഞ്ഞാൽ 4 ബുയാ സ്ട്രീക്കാണ്. 4 ബുയാ സ്ട്രീക്ക് ഗൈസ്.
എന്തുവാടാ വേണ്ട എനിക്ക് എന്ത് കാണിക്കണം ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് എനിക്ക് കിട്ടും ഭ്രാന്താക്കായി അത് കളിയും കൊണ്ട് എത്തി ഫസ്റ്റത്തെ റൗണ്ടായിട്ട് നിന്നെ വെറുതെ വിട്ട് എന്തായാലും പോയല്ല റൗണ്ട് മൊത്തം ഈ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വരാൻ നോക്കും മര്യാദക്ക് പരാപ്പലൊക്കെ എടുത്ത് നമ്മൾ എന്തൊക്കെയോ കാണിക്കണേ ഇതാ നോക്കി നോക്കാം എന്താണ് കാണിക്കുന്നതെന്ന്. ഓക്കെ ബാക്കപ്പ് സപ്പോർട്ടോ വാടാ സപ്പോർട്ടോടാ ഇവിടെ നടി എടാ ഇവിടെ ഒരുത്ത നിക്കണടാ എടാ ഇവിടെ ഒരുത്ത നിക്കണ വരാത്തന്ത്രാ നമ്മളിവിടെ ഫൈറ്റ് എടുക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടാ. ഈ റൗണ്ട് പോയാ മിണ്ടായി എന്തൊക്കെ അവിടെ കണക്ക് കാണിക്കുക അല്ല നമ്മള് എന്തൊക്കെ അവിടെ കാണിക്കണ എന്താ ഇങ്ങനെ നീയും പോയി ചത്തല്ലാടാ. അത് അവിടെ നിന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. ഓക്കെ കളി മറ്റേ ഊക്കവും അടിക്കണ്ടാ അടാ പോയി നോക്കട്ടെ അവനും പോയി ചത്ര ആടെ രണ്ടാമത്തെ കളിയും പോയടാ. അങ്ങനെ എന്താ കാണിക്കണ മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഇനി അങ്ങോട്ട് പരസ്പരം യുദ്ധം വെച്ചൊന്നും അടിയൊന്നും വേണ്ട കേട്ടാ. സാറ്റിന് മിണ്ടായിരിക്കണം കേട്ടോ. 4 ബോയാ സ്ട്രീക്ക് എടുത്തിട്ട് എന്തിനാ ഇമ്മാരിങ്ങനെ 4 ബോയാ സ്ട്രീക്ക് ചേട്ടാ ഇവിടെ 2 വാരകളുണ്ടല്ലോ യൂക്കോം ഒരു സാൻഡിന് 2 ഒന്നിയും കൊള്ളൂല ചേട്ടാ. എല്ലാമാരും ഒരു മണ്ടന്മാരാണ് കളിക്കാനും ഇറങ്ങി. ഈ മിണ്ടല്ലേ കഴിഞ്ഞ റൗണ്ടിൽ അവള് പോസിറ്റീവ് ആയി ചത്തിട്ട് വന്നിരിക്കും ചേട്ടാ. അത് ബാക്കപ്പ് സപ്പോർട്ട് കിട്ടാത്തോണ്ടല്ലേ ടീം പൊളിക്കും ചേട്ടാ. റൗണ്ട് നിങ്ങൾ പൊളിച്ച തിമക്ക മറിക്ക ഇതിലാച്ചേ ഈ റൗണ്ട് എനിക്ക് കിട്ടിയാൽ മതി. നമ്മൾ ടീമേറ്റൊക്കെ അവിടെ കടന്നിതാണ് പക്ഷെ നമ്മൾ ആകാശം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ പോയി ചത്തല്ല പിന്നെ നമ്മളെ കടന്നു പറയണം. അത് പിന്നെ അവിടെ ഒന്ന് ഇത് കിട്ടാണ്ടുണ്ടല്ലേ ഞാൻ കളഞ്ഞു കേട്ടോ. നിങ്ങൾ മിണ്ടായില്ല ഇപ്പൊ ഞാൻ ഉമ്മാരൊക്കെ അടിച്ചു തരണം വായിക്കും കണ്ടത് അടിച്ചിട്ട് അയ്യോ കണ്ടേട്ടാ. ഞാൻ ഞന്മാരൊക്കെ നോക്കിട്ട് കണ്ട നീലേ പറയാൻ കൊള്ളില്ല. എന്തായി മോനൂസേ മൊത്തം ഈ പോയല്ല അമ്മ അവിടെ കടന്നിട്ട് സർഫിട്ട് പൂവാളിട്ട് നമ്മൾ കളിയാക്കേ കടന്ന് പറഞ്ഞത് അവിടെ നന്നായിട്ടെങ്കിലും കളിക്കണം കേട്ടാ. ഞാൻ എന്താ AW ഒക്കെ എടുത്തിട്ടാണ് പോണത്. നമ്മൾ ടീമേറ്റൊക്കെ കൊടുക്കുമ്പോൾ ശല്യമാണ് നമ്മൾ ടീമേറ്റൊക്കെ ഇതിൻ്റെയൊക്കെ മുടക്കത്തെ ശല്യമാണ്. നമ്മൾ സ്കേറ്റിംഗ് ബോർഡൊക്കെ ഇട്ടതാ പോവുകയാണ്. ആ ഊക്കോ നിൻ്റെ അടുത്താണ് പറയണത് നന്നായിട്ട് കളിക്കണം കേട്ടാ. ആന്റിനോ പിന്നെ നീ നന്നിട്ട് കളിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സാനിയോ അവ അവൻ്റെ അടുത്ത് തന്നെ സാനിയോ നീ തന്നെ വന്നിട്ട് കളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കിട്ടാനാണ് ആൻറ്റിനോ അവിടെ കിടന്ന് അങ്ങനെ കിടന്ന് പറയുന്നത്. മൊത്തം തീർന്നല്ല ഇനി അമ്മാരെ കൊണ്ട് എന്തിനു നടക്കുമെന്ന് നമ്മളെ നമ്മളെ ചാനലിനെ നെറ്റ് നമ്മളെ ചാനലിൻ്റെ പുതിയ പേരാണ് ഷുക്കൂർ. അങ്ങനെ ഉണ്ട് കടിലല്ലേ. അയ്യോ ഗൈസ് നമ്മൾ വെട്ടിയായി എടാ ഈ കളി മൊത്തം പോയടാ. ഗൈസ് നമ്മളാ സാരിയായി കിട്ടില്ല കളി പോയ ഗൈസ്. അയ്യോ ഈ കളി മൊത്തം പോയടാ. കളിയിലെങ്ങനെ പൊട്ടി 8 നിലയിൽ പാസ്സായി ഉമ്മാരൊക്കെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. അയ്യോ 5 പ്രയാസമൊക്കെ എല്ലാം പോയി ഉണ്ടാക്കരുത് എല്ലാം പോയി. നമ്മളാ വിഷമത്തിരിക്കുക ഗാന്ധയുടെ അപാര തീരങ്ങളിൽ നമ്മളിവിടെ പോയിട്ട് നമ്മുടെ ഇതൊക്കെ ഇട്ട് ഇത് ഇറക്കാൻ പോവുകയാണ്. ഒരു ഫ്രീ സ്പിന്നുണ്ട്. ഫ്രീ സ്പിന്നിൽ ഒന്നും കിട്ടിയില്ല, മറ്റേ അത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ
ഇതൊക്കെ മറ്റാ കുട്ടം വേണം ഗൈസ്. പിന്നെ ഇതൊക്കെ എത്തിയപ്പോൾ എൻ്റെ ആ സംഭവം. പിന്നെ ടോക്ക് നമ്മൾ വീണ്ടും പോയി നമ്മളത് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഗൈസ് ഒരു തേങ്ങയും വന്നില്ല. പിന്നെ നമ്മളിതാ പിന്നെ പിങ്ക് ടൈമിൻ്റെ ഇവൻ്റൊക്കെ പോയി പക്ഷെ അതിലെടുക്കാനുള്ളായിരുന്നു വീഡിയോ ഉണ്ട്. അത് പിന്നെ വേറെ പിങ്ക് ഡയമൻ്റെ ഇവൻ്റ് വരുന്നു. അതിനു വേണ്ടി സ്റ്റോറേജ് കളയല്ലോ. അവിടെ പുതിയ ബണ്ടിലില്ലേ ഗൈസ്? ആ ബണ്ടിൽ എടുക്കണമായിരുന്നു ഗൈസ്. ആ ബണ്ടിൽ എന്തിനായിരുന്നു നമ്മൾ എത്തി പറ്റില്ലേ? അതിൻ്റെ വലിയ ബണ്ടിൽ ഇത് നമുക്ക് നാളെ തന്നെ എടുക്കാം ഗൈസ്. ഇത് എന്താണ് ഇത്? എനിക്ക് ബാനർ നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ BR ഈ ഒരു പ്രാവശ്യം ഇത് പോയി അടിച്ചാൽ മാത്രമേ ഗൈസ് നമുക്കത് കിട്ടുള്ളൂ. അത് നമുക്ക് എടുക്കാൻ ഗൈസ്, വേറെ സീനൊന്നുമില്ല. പിന്നെ അക്കൗണ്ട് പിന്നെ ഗൈസ് നമ്മൾ അക്കൗണ്ടിൽ വേറെ നല്ല കിട്ടില്ല എയർ ഡ്രോപ്പൊക്കെ നടക്കണേ. ഇത് എടുക്കണം, നമുക്ക് പിന്നെ എടുക്കാം ഗൈസ്. പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് ലൂട്ടോട്ടും സ്നൈപ്പർ ഏതോ സ്നൈപ്പറിൻ്റെ സ്കിന്നും ഏഴമ്പളത്തിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും കിട്ടി ലൂട്ടൗട്ടിലെ സംഭവം കൊണ്ടോ. ഓക്കെ, രണ്ടാമത്തെ സ്പിന്നും പോയി. എല്ലാ ശുഭം ഗീസ്. ഈ മോട്ട് നമ്മളതിലുണ്ട്. ഏത് മോട്ട് വരുന്നു കേസ് ഇത്രയും ഒരുപാട് കിട്ടും. അത് സ്പിൻ ചെയ്ത് ഇതാക്കിയ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്. ഇതിൽ ലൂട്ട് ബോക്സ് ഈ കട്ടാൻ എനിക്ക് അത് ഇഷ്ടമുണ്ട്. അതിനാണ് ഇപ്പോഴും ഇത് സ്പിൻ ചെയ്യണം. അല്ല കട്ടാനല്ല, സൈത്ത് ബാനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ ബാന് പിന്നെ ആ സൈത്ത് കിട്ടുമെങ്കിൽ ഗൈസ് ഇനി എന്ത് ചെയ്യും ഗൈസ്? 2020 നമ്മൾ നമുക്ക് തോറ്റാണ്. നമുക്ക് എന്തോ പ്രാന്തായിപ്പോ ഗൈസ്. നമ്മൾ അമ്മമാരൊക്കെ റിക്വസ്റ്റ് എടുത്ത് ഒരുത്തന് വർക്കില്ല. നമ്മളിതാ ഇവിടെ പോയിട്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ലോഗൗട്ട് ഇടുന്നത്. നമ്മൾ അക്കൗണ്ടിൽ ലോഗൗട്ട് ആകൂലേ? നമ്മൾ എൻ്റെ സെൻസിങ് കാണിച്ചു. എൻ്റെ സെൻസിറ്റിവിറ്റി ഇത് നമുക്ക് കുറച്ച് അൾട്രാക്കാം. ഈ സ്റ്റാൻഡേർഡ് ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് വിൽക്കാം. ഇത് സെൻസിറ്റിവിറ്റി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സെൻസിറ്റിവിറ്റി. കണ്ടല്ലോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. നമുക്ക് ട്രെയിനിങ്ങുമായിട്ട് കുറച്ച് ട്രെയിനിങ് ആയി AW വെച്ച്. AW നമുക്ക് AW എടുത്തിട്ട് നമുക്ക് ഹീൽ സ്നൈപ്പർ കണ്ണാനാട്ടോ. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ലേ മോനെ. മണ്ണ് ആ ബുള്ളറ്റ് വേണ്ട കൈസ്. പിന്നെ എങ്ങനത്തെ ഒരു അൺലിമിറ്റഡ് ബുള്ളറ്റാണ്. ഇത് കിടിലുമാണ് ഗൈസ്. ഹീൽ സ്നൈപ്പർ നല്ല ഇത് ഇഷ്ടപ്പെട്ട ഗൈസ്. നമ്മളെ പ്ലാസ്മയെ പോലെയാടാ. അതിട്ട് വെടിയിക്കുന്നുണ്ട്. അതിന് കൂൾ ഡൗൺ ആകാൻ കുറച്ച് സമയം വേണം. കൂൾ ഡൗൺ ആവാൻ വലിയ ഗംഭീര ഫൈറ്റിലൊന്നും എടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റൂല ഗൈസ്. ഗംഭീര ഫൈറ്റ് പറ്റില്ല ഗൈസ്. നമ്മളതാ AW എടുത്തിരിക്കുന്നു. നമ്മൾ 2 AW എടുത്തു. ഇത് നമ്മുടെ മഹാകരിവ് കാണാം ഗൈസ്. നമുക്കിനി കഴിവ് കാണാം. പക്ഷേ ചാടി ഒന്ന് കിടിലാട്ടി. പക്ഷെ അതും പോയി. പക്ഷേ നമ്മൾ വെറുതെ കോട ഇട്ടിരിക്കുന്നു ഗൈസ്. എടാ വീണ്ടും അതും പോയടാ. 150 എടുത്ത് ഒന്നും തൃപ്തി ആവുന്നില്ല. നമ്മളത് ഇവിടെ നോക്കുകയാണ്. ഇത് കൊടുത്താൽ 150 എടുത്ത് നമ്മളത് അവിടെ നിന്ന് തന്നെ വീണ്ടും എടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അതൊരു കിട്ടില്ല ഇതായിരുന്നു. അത് വീണ്ടും പോടാ. ഷൂട്ടിംഗ് പ്രാക്ടീസാണ് നമുക്ക് അഡ്വാൻസ് തന്നെ കൊടുക്കാം. നമ്മൾ കിടിലല്ലേ യെസ്. 250 അതുകൊണ്ടില്ല. നമ്മൾ സ്വിച്ച് ചെയ്യണ ടെക്നിക്ക് നമ്മൾ കടന്നിട്ട് അടിക്കുകയാണ്. എന്ത് നോവാണ് കടന്നിട്ടടിക്കുക. നമ്മളെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ബൈ.